നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന് ഞെട്ടിക്കുന്ന അവകാശവാദവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നടത്തുന്നതായി റഷ്യയുടെ സ്റ്റേറ്റ് മീഡിയയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്യുന്നു. മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ നേതാക്കളുമായി ചേർന്ന് US രഹസ്യാന്വേഷണ ഏജൻസി പ്രവർത്തിക്കുകയാണെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ US-ന് ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതിയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു, AIMIM നേതാവ് OIC എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ പ്രതിപക്ഷ നേതാക്കളുമായി US കോൺസുൽ ജനറൽ ജെന്നിഫർ ലാർസൺ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. ആഗോള നേതാവായി ഉയർന്നതോടെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നടപടികൾ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ രോഷത്തിനിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന റഷ്യ അവകാശപ്പെടുന്നത്. മോദി സർക്കാരിനെ താഴെയിറക്കാൻ US വലിയ ഗൂഢാലോചനയാണ് നടത്തുന്നതെന്നാണ് സ്പുട്നിക് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. സർക്കാരിനെതിരെ ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇതിനായി വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളുമായി നിരന്തര സമ്പർക്കം ഇതിനായി പുലർത്തുന്നുണ്ട്. അടുത്തിടെ AIMIM നേതാവ് OICയുമായി US കോൺസൽ ജനറൽ ജെന്നിഫർ ലാർസർ ഹൈദരാബാദിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനെയും അവർ കണ്ടിരുന്നു. ഈ സംഭവങ്ങളെല്ലാം റഷ്യൻ മാധ്യമങ്ങൾ തങ്ങളുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലെ അമേരിക്കൻ മിഷൻ ഓർഗനൈസേഷനെ നയിക്കുന്നത് ലാർസ് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US കോൺസൽ ജനറൽ നയതന്ത്രജ്ഞരും പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ആശങ്കാജനകമാണെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്.